ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 93. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 അനുഭാഗം 8 സൂക്തം 36 മന്ത്രങ്ങൾ 11 മുതൽ 15 വരെയുള്ളതാണ്. ഇതിലും ദേവത അഗ്നി തന്നെയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ ഊർജമായിട്ട് കാണണം. പഞ്ചഭൂതങ്ങളിൽ ഒന്ന് ഖര, ദ്രവ, വാതകം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അഞ്ചായി തിരിക്കാം: ഖര, ദ്രവ, വാതകം. പിന്നെ ഊർജം എന്ന് പറയുന്നതാണ് അഗ്നി. അപ്പം അഗ്നിക്ക് പല രൂപങ്ങളുണ്ട്. ആ അഗ്നിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇത് സാധാരണ ഋഗ്വേദത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം സാധാരണ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാതിരി തന്നെയാണ്. ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ തന്നെയാണ്. നമ്മളൊരു സയൻസ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ, അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം ബോർഡിൽ എഴുതും ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ. അത് എഴുതുമ്പം നമുക്ക് മനസ്സിലാകും ഇവിടെ പറയാൻ പോകുന്നത് ഹൈഡ്രജൻ എന്ന ആ വാതകത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ എന്ന വാതകത്തെ പറ്റിയാണ്. അല്ലെങ്കിൽ ഊർജം എഴുതും, അല്ലെങ്കിൽ ഊർജത്തെ പറ്റിയാണ്. അല്ലെങ്കിൽ വെളിച്ചം, പ്രകാശത്തെ പറ്റിയാണ്. മാഗ്നറ്റിസത്തെ പറ്റിയാണ്. അങ്ങനെയാണ് ഒരു ബുക്കിൽ. എന്നിട്ട് അഗ്നിയെ പറ്റിയാണ്, അഗ്നിയുടെ സ്വഭാവങ്ങൾ, അഗ്നി എത്ര തരമുണ്ട്, ഇതെല്ലാം ക്ലാസ്സിൽ പഠിപ്പിക്കുക. അഗ്നിയുടെ സ്വഭാവം പറയും, ഇന്ന സ്വഭാവങ്ങളുണ്ട്, അതിനെന്തിനെല്ലാം ഉപയോഗിക്കാമെന്ന് പറയും, എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അഗ്നിയെ പറ്റിയുള്ള പൊതുവായ എല്ലാ കാര്യങ്ങളും കുറേ പറയും. അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ച് അടുത്ത ക്ലാസ്സിലെത്തുമ്പോൾ പിന്നെ അഗ്നി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കുറച്ച് കടത്തി പറയും. അതുപോലെ തന്നെയാണ് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഋഗ്വേദത്തിൽ പക്ഷേ എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയവും കൂട്ടിക്കലർത്തിയ ഒരു പുസ്തകമായതുകൊണ്ട് അത് ഹെഡിങ് ആയിട്ടല്ല കൊടുക്കുന്നത്. അതിന് പകരം ഓരോ മന്ത്രത്തിലും ദേവത എന്ന് പറയും. ദേവത എന്ന് പറയുമ്പോൾ അഗ്നി എന്ന് പറയുകയാണെങ്കിൽ ആ അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ അഗ്നി എന്നെഴുതിയിട്ട് ഒരു വര വരച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതുപോലെ അതിന് പകരം ഇവിടെ ദേവത എന്ന് പറയും. അപ്പം ദേവത എന്താണെന്ന് മനസ്സിലാക്കണം. ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അപ്പം വസ്തുക്കളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ദേവതകളും ദേവന്മാരും അസുരന്മാരും. അപ്പം ദേവതകൾ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗപ്രദമായ വസ്തുക്കളാണ്. എല്ലാ വസ്തുക്കളും ദേവതകളായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ഉപയോഗമില്ലാതെ ഒരു വസ്തുവില്ല. നമ്മൾ കളയുന്ന വസ്തു പോലും എന്താണ് അവർ ചെയ്യുന്നത്? അത് സംസ്കരിച്ചിട്ട് വളമായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കളയുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക്കെല്ലാം കുപ്പികളെല്ലാം വന്ന് പൊറുക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അത് ഉരുക്കിയിട്ട് പ്ലാസ്റ്റിക്കായിട്ട് ഇറക്കിക്കൊണ്ട് വരികയാണ്. നമ്മൾ കളയുന്ന പുല്ലുകളെല്ലാം ആണെങ്കിൽ അത് തെങ്ങിൻ്റെ മുട്ടിൽ ഇട്ടിട്ട് വളമാക്കിയിട്ട് അല്ലെങ്കിൽ കത്തിച്ചിട്ട് വെണ്ണീറാക്കിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം പ്രപഞ്ചത്തിൽ നമുക്ക് ഉപയോഗമില്ലാതെ ഒരു വസ്തുവുമില്ല. വിഷം പോലും നമുക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നിന്നാൽ ചത്തുപോകും, അപ്പം വിഷം തന്നെയാണ്. പക്ഷേ അതിനെപ്പോലും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ചില സ്ഥലത്ത് രോഗാണുക്കളെല്ലാം നശിപ്പിക്കാൻ കീടനാശിനികളായിട്ടെല്ലാം അതിനെ പരിവർത്തനം ചെയ്തിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഉപയോഗമുള്ളതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. ദേവതകൾ നമ്മളെ എപ്പോഴും സഹായിക്കുന്നവരാണ്. അപ്പം ഒരു ഹൈഡ്രജനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അത് ദേവതയാണ്. കാരണം ആ ഹൈഡ്രജനെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിച്ചത് നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല വെറുതെ രസത്തിന് പഠിക്കുന്നതല്ല. ഭാവിയിൽ അത് വെച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റുന്നിടത്തെല്ലാം ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അതിനെ ദേവതകൾ. അതുകൊണ്ടാണ് ദേവതകൾ എത്രയുണ്ട്? 30 കോടി ദേവതകളുണ്ട് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ദേവതകളാണ്. അതിനെ പൂജിക്കുക എന്നൊരു സങ്കല്പം വരുന്നത് അതിനെ തന്നെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. കാരണം അതിനെ കൊണ്ടാണ് നമുക്ക് ഗുണം കിട്ടുന്നത്. വെള്ളം ദേവതയാണ്. വെള്ളമാണ് നമ്മളെ സഹായിക്കുന്നത്. ബോധം കെടുമ്പോൾ മുഖത്ത് തളിച്ചാൽ മതി. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കല്ല് ദേവതയാണ്. കല്ല് എന്തിനെല്ലാം വേണം?
തറ കോൺക്രീറ്റ് ചെയ്യണ്ടിക്ക് കല്ലിടണം. വട്ടി വരുമ്പോൾ ഓടിക്കണ്ടിക്കൽ നമ്മളെ രക്ഷിക്കുന്ന കല്ലാണ്. ഇത് കല്ലെല്ലാം ദേവതയാണ്. പർവ്വതം ദേവതയാണ്, കാരണം പശുക്കൾക്ക് വേണ്ട പുല്ല് അവിടെ നിന്നാണ് കിട്ടുന്നത്. പേന ദേവതയാണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ പൂജിക്കുന്നു. അതിന് തെറ്റൊന്നുമില്ല, കാരണം പൂജിക്കുന്നതിനെയാണ് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. അതിനെ പൂജിക്കുന്നതിന് തെറ്റെന്താണ്? ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് ഇതിനെയെല്ലാം പൂജിക്കുന്നത്. ബലങ്ങൾ, അദൃശ്യമായ കുറേ ശക്തികളുണ്ട്, ആകർഷണ ബലം, ഇതെല്ലാം ദേവതകളായിട്ടാണ് വരുന്നത്. പക്ഷെ ഇതൊന്നും ഈശ്വരനല്ല. ഈശ്വരനിൽ നിന്നും പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായ ആദ്യമുള്ള നിർഗുണമായ സംഗതിക്കാണ് ഏകനായ, അത് ഒറ്റയാണ്. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ എന്തെല്ലാമായി മാറിയതോ അതെല്ലാം ദേവതകളാണ്. അതാണ് നമ്മളെ സഹായിക്കുന്നത്. ദേവതകളാണ് നമ്മളെ സഹായിക്കുക, കല്ലും മണ്ണും എല്ലാം. അതുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ടും ആ മന്ത്രം ചൊല്ലിയത് കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഗുണം കിട്ടണ്ടെങ്കിൽ കല്ലാണെങ്കിൽ പട്ടി വരികയാണെങ്കിൽ എടുത്ത് എറിയണം. അല്ലാതെ കല്ലിനെ വിളിച്ചിട്ട് കല്ലെ രക്ഷിക്കണം എന്ന മന്ത്രം, കല്ലിൻ്റെ മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ പട്ടി വന്ന് കടിച്ചിട്ട് പോവുകയുള്ളൂ. അപ്പം നമ്മളെ വീക്ഷണകോണിൽ ശരിയായ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം വേദത്തിലേക്ക് ഇറങ്ങിയാൽ. എങ്കിലേ വേദത്തിൻ്റെ ആ മഹത്വം, അതിനകത്തുള്ള ശാസ്ത്രജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്കിനി 11 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-11. യമ അഗ്നിം മേധാതിഥി കണ്വ ഈഥ ഇർദാദതി തസ്യ പ്രേഷോദിതീയു സ്തമിമാ ഇർജസ്തമഗ്നിം വർദ്ധയാമസി. മേധാതിഥി കണ്വനും മേധാതിഥിയും കണ്വനും യജ്ഞത്തിനായി പ്രോജ്വലിപ്പിച്ച അഗ്നിയെ മന്ത്രങ്ങൾ വഴി ഞങ്ങൾ വളർത്തുന്നു. ആ അഗ്നി ദീപ്തിമാനാകുന്നു. ഏതൊരു അഗ്നിയെ മേധാതിഥിയും കണ്ണനുമെല്ലാം വേദങ്ങൾ എഴുതിയ ഋഷികളാണ്. ആ ഋഷികൾ എന്തിനെ ആശ്രയിച്ചിട്ടുണ്ട്? അഗ്നിയെ ആശ്രയിച്ചിട്ടുണ്ട്. അവർക്കും അഗ്നിയില്ലാതെ ഒന്നും ഭക്ഷണം പാകം ചെയ്യാൻ വേണം. പിന്നെ എന്തിനു വേണ്ടി? യജ്ഞത്തിനായി ജ്വലിപ്പിച്ചു. യജ്ഞത്തിൽ ജ്വലിപ്പിച്ചു, കർമ്മത്തിലൂടെ ജ്വലിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ആ അഗ്നി ദീപ്തിമാനായിരുന്നു, പ്രകാശവാനായിരുന്നു. അപ്പോൾ അവർക്കും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അഗ്നിയെല്ലാം ജ്വലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്തും അഗ്നിയെല്ലാം കത്തിച്ചെടുത്തിട്ടുണ്ട്. എന്തിന്? ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അവർക്ക് രാത്രി പ്രകാശം കിട്ടാൻ ഇതിനെയെല്ലാം ജ്വലിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ അഗ്നിനെ തന്നെ ഇത് ബൾബിലൂടെ ജ്വലിപ്പിച്ചെടുക്കുകയാണ്, വേറെ രൂപത്തിൽ. ഇലക്ട്രിക്കൽ എനർജി, അതിന് എനർജി എന്നാണ് പറയുന്നത്. അപ്പൊ അവര് വന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മന്ത്രങ്ങൾ വഴിയായി ഞങ്ങൾ അഗ്നിയെ വളർത്തുന്നു. എന്നിട്ട് അവർ വേദമന്ത്രങ്ങളിലൂടെ അഗ്നിയെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞു തരുന്നത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വഴിയിൽ, ആ മന്ത്രങ്ങൾ വഴിയായി ഞങ്ങൾ അഗ്നിയെ വളർത്തുന്നു. അഗ്നിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നട്ടു വളർത്തലല്ല. ആ അഗ്നിയെ പല രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ആ അഗ്നിയെ തന്നെയാണ്, ആ ഊർജത്തെ തന്നെയാണ് വെള്ളം തിളപ്പിച്ചിട്ട് നീരാവിയാക്കിയിട്ട് എഞ്ചിനെ തള്ളിക്കൊണ്ടുപോകുന്നത്. റെയിൽവേ എഞ്ചിന്, തീവണ്ടിയെല്ലാം ഉണ്ടാക്കാൻ ആ അഗ്നിയെ ഉപയോഗിച്ചു, അതിലെ ഊർജത്തെ ഉപയോഗിച്ചു, വെള്ളത്തെ തിളപ്പിച്ചു, നീരാവിയാക്കിയിട്ട്. അങ്ങനെയുള്ള വഴികളെല്ലാം ഋഷികള് വേദത്തിലൂടെ എഴുതി തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിവിടെ കാണാൻ പോകുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് അഗ്നിയെ വളർത്തുക, ഈ അഗ്നിയുടെ വിവിധ രൂപങ്ങളെ വളർത്തുക. അതിൻ്റെ നിന്നാണ് വളർത്തിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് എല്ലാം ഉണ്ടാകുന്നത്, വേവ്സ് എല്ലാം ഉണ്ടാകുന്നത്. അതിലൂടെയാണ് നമ്മൾ മൊബൈലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്കെല്ലാം വരുന്നത്. അതെല്ലാം ഋഷികൾ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വേണം? അതിനെ വളർത്തിയെടുക്കണം. കണ്ണനെല്ലാം വന്ന് അത് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ച് തന്നിട്ടുണ്ട്. ഇനി 12 ഋഗ്വേദം മണ്ഡലം 1
സൂക്തം 36-12. രായസ്ഫൂർത്തി സ്വധാവോസ്തി ഹി തേ അഗ്നേ ദേവേഷ്വാപ്യം ത്വം വാജസ്യ ശ്രുതസ്യ രാജസി സനോ മൃള മഹാം അസി. അന്നദായിനിയായ അഗ്നിയോട് ഞങ്ങളുടെ ഭാണ്ഡാകാരം നിറയ്ക്കാനും ഞങ്ങളുടെ മേൽ കൃപ ചൊരിയാനും ആഹ്വാനം ചെയ്യുന്നു. അഗ്നി ദേവന്മാരുടെ മിത്രവും ഐശ്വര്യത്തിൻ്റെ സ്വാമിയുമാണ്. ഇവിടെ എന്താ പറയുന്നത്? അന്നദാനിയായ അഗ്നി, നമുക്ക് അന്നം തരുന്നത് അഗ്നിയാണ്. അഗ്നിയിലൂടെയാണ് അന്നം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അഗ്നിയിലൂടെ അന്നം ഉണ്ടാകുന്നത്? നമുക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം അഗ്നിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അന്നമായി മാറും, നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലായിട്ട് മാറും. ചെടികളെ മുളക്കുന്നതിനും അതിൻ്റെ ഇപ്പം വിത്തെല്ലാം നട്ട് കഴിഞ്ഞാൽ അഗ്നി ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മളെ ശരീരം മെനക്കെട്ട് ചെയ്യണം, അതെല്ലാം അഗ്നിയാണ്. നമ്മളെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള ഭക്ഷണം കിട്ടുന്നതിൽ നിന്നുള്ള ഊർജം അഗ്നി പുറത്തേക്ക് വരുമ്പോഴാണ് മസിലുകൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കളച്ചിട്ടെല്ലാം ചെടികൾ നടന്നിട്ട് ഭക്ഷണമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അഗ്നി ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് അന്നദാതാവാണ്. ഇനിയോ ഇത് ഞങ്ങളുടെ ഭണ്ഡാരങ്ങൾ നിറക്കുന്നു. അപ്പൊ അധ്വാനിച്ചിട്ട് അഗ്നിയുടെ അഗ്നി എന്ന് പറയുമ്പോൾ വേദത്തിൽ എന്തായിട്ട് എടുക്കണം? ഊർജം. ഊർജത്തിന്റെ സഹായത്താൽ അധ്വാനിച്ചിട്ട് നമ്മൾ ഭണ്ഡാരങ്ങൾ നിറക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഇന്ന് ഏത് ഫാക്ടറികളിലൂടെയും പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? വൈദ്യുതി. ഊർജം അത് അഗ്നിയുടെ വേറൊരു രൂപമാണ്. അങ്ങ് ദേവന്മാരുടെ മിത്രവും ഐശ്വര്യത്തിന്റെ സ്വാമിയുമാണല്ലോ. ദേവന്മാരുടെ മിത്രം, ദേവന്മാരാണ് അങ്ങെന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ സ്വാമിയാണ്. വസ്തുക്കൾ ഹൈഡ്രജൻ വസ്തുവാണ്, ഓക്സിജൻ വസ്തുവാണ്. ഹൈഡ്രജനും ഓക്സിജനും ഇത് രണ്ടും ദേവതകളാണ്. ഹൈഡ്രജൻ ദേവതയാണ്, ഓക്സിജൻ ദേവതയാണ്. ഈ ദേവതകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ജലം എന്ന ദേവത ഉണ്ടാവും, ജലദേവത ഉണ്ടാവും. ഏത്? ഹൈഡ്രജൻ എന്ന ദേവതയും ഓക്സിജൻ എന്ന ദേവതയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ജലദേവത ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടാനുള്ള താല്പര്യവുമുണ്ട്. ആ കൂടാനുള്ള താല്പര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മളവിടെ അഗ്നിയെ ഊർജത്തെ അതിന് യോജിച്ച തരത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഊർജം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അഗ്നി എന്ത് ചെയ്യും? അവരെ യോജിപ്പിച്ചിട്ട്, അവരുടെ ആർദ്രത സാധിച്ച ആ ദേവതകളെ യോജിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും യോജിപ്പിച്ചിട്ട് ജലദേവതയായിട്ട് മാറും. അപ്പം എല്ലാ ദേവതകളുടെയും എന്താണ്? മിത്രമാണ് അഗ്നി. അതേപോലെ തന്നെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും സ്വാമിയാണ്. നമ്മുടെ ഐശ്വര്യങ്ങൾക്കെല്ലാം പിന്നിലുള്ളത് എന്താണ്? ഇന്നിപ്പോൾ ഈ വെളിച്ചം. പണ്ടാണെങ്കിൽ ചെറിയൊരു വിളച്ച ഉണ്ടായിരുന്നു, ഒരു തിരി കൊണ്ട് മണ്ണണ്ടി ഇട്ടിട്ട് കുഴിച്ചിട്ട് പണ്ട് കാലത്ത് ചെറുതിൽ ആ വെളിച്ചം, അതും വെളിച്ചം തന്നെയാണ്. അത്തരത്തിൽ രക്ഷിച്ചു. നമ്മൾ അഗ്നിയുടെ സഹായത്താൽ ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ ഇന്നുള്ള ഈ നല്ലൊരു വെളിച്ചുകൊണ്ട് ക്യാമറയിലോട്ട് ഇതെല്ലാം പിടിച്ചയക്കാനെല്ലാം പറ്റുന്നുണ്ട്. അതെല്ലാം എന്തിൻ്റെ സംഭാവനയാണ്? അഗ്നിയുടേതാണ്. നമ്മുടെ ഈ ഐശ്വര്യത്തിന് പിന്നുള്ളത് ഈ അഗ്നിയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? മഹാത്മാവേ, ഞങ്ങളുടെ മേലെ കൃപ ചൊരിയുക. ആ അഗ്നി കൃപ ചൊരിഞ്ഞാൽ അതിനെ പൂജിക്കുന്നതിലെന്താ തെറ്റ്? അതുകൊണ്ടാണ് എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ആദ്യം അഗ്നിസാക്ഷിയായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് ഒരു ചലനം നടത്തണ്ടെങ്കിലും, നമ്മളെ ഈ നാവ് ചലിപ്പിക്കണ്ടെങ്കിലും അഗ്നിയില്ലാതെ നടക്കില്ല, ഊർജമില്ലാതെ നടക്കില്ല. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവുമായിരിക്കും, കാരണം ഭക്ഷണം കഴിക്കാതെ ചലിക്കാം. എന്നാലും ശരിക്കും സയൻസ് പഠിച്ചവർക്കാണെങ്കിൽ ഈ പറയുന്നതിനെല്ലാം അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സയൻസിലൂടെ എത്രമാത്രം ശാസ്ത്രത്തിൽ സയൻസിൽ പ്രാവീണ്യം നേടിയവനാണോ അത്രമാത്രം ഈ വേദവരികൾക്ക് കടന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് 13 പോകാം.
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-13. ഊർധ്വ ഊഷണ ഊദയേ തിഷ്ഠ ദേവോന സവിതാ ഊർധ്വോ വാജസ്യ സനിത യദ അഞ്ചിഫിർ വാഖദ്ഫിർ വിഹ്വയാമഹേ. അഗ്നിയോട് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉയർന്ന് നിലകൊള്ളുവാൻ പറയുന്നു. അഗ്നി അഖണ്ഡ ശക്തിയുടെ പ്രദാതാവാണ്. ഞങ്ങൾ വിദ്വാൻമാരുടെ സഹായത്തോടെ അഗ്നിയെ സ്തുതിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന നീ, നിലകൊള്ളുന്ന നീ, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് അഗ്നിയിലൂടെയാണ്. നമ്മളിപ്പോൾ ശരീരത്തിന്റെ ചൂട് കുറഞ്ഞു പോയാലും നമ്മൾ മൂടിപ്പോതിച്ചിട്ട് ഒരച്ചൊരച്ച് ചൂടാക്കി കൊടുക്കും ശരീരത്തെ. എന്തിന്? നമ്മളെ രക്ഷ ശരീരത്തിനൊരു പ്രത്യേക ചൂടുണ്ട്, ആ ചൂടുണ്ട് ഉണ്ടാകണം. തണുത്തു പോയാലോ നമ്മൾ ചൂടാക്കി കൊടുക്കും. അപ്പം ആ ചൂടുണ്ടായേ പറ്റുള്ളൂ. ആ ചൂടില്ലെങ്കിൽ നമുക്ക് നമ്മൾ ചത്തോ നോക്കുന്ന എങ്ങനെയാണ്, തൊട്ടു പോകുമ്പോൾ തണുത്തു പോയി, മരവിച്ചു പോയി, ഇവൻ്റെ കാറ്റ് പോയി. അപ്പം നമ്മളെ രക്ഷ ഇവിടെ നിന്ന് തുടങ്ങിയാണ്. ഭക്ഷണത്തിലുള്ള ഊർജത്തിലാണ് ഈ സംസാരിക്കുന്ന എല്ലാ രക്ഷയും. പിന്നെ ആരോടെങ്കിലും നേരിടണമെങ്കിലും അവിടെ ഊർജം, ശക്തി ഉപയോഗിക്കണം. ഈ ശക്തിയല്ല ഏതിൽ നിന്നാണ് വരുന്നത്? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. അത് മസിലിലൂടെ പ്രവർത്തി ചെയ്തിട്ട് ഊർജമായി മാറിയിട്ട് നമ്മളത് പ്രയോഗിക്കുകയാണ്. പിന്നെ ശത്രുക്കൾ വരുമ്പോൾ ബോംബാക്കിയിട്ട് നമ്മൾ അഗ്നി എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രയോഗിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളെ രക്ഷ എന്തിലാണ് നിൽക്കുന്നത്? ഇന്ന് അഗ്നിയിൽ, ഇന്നാണ് ഏറ്റവും അധികം അഗ്നിയിൽ നിൽക്കുന്നത്. ആരെങ്കിലും വരുമ്പോൾ ബോംബെടുത്ത്, ശത്രുക്കൾ വരുമ്പോൾ ബോംബെടുത്തിട്ട് കൊടുക്കും, ഇവിടുന്ന് മിസൈൽ തൊട്ട് വിട്ട്. അപ്പം നമ്മളെ രക്ഷ ഏതിലാണ്? അഗ്നിയിൽ തന്നെയാണ്. അതെന്ത് വേണ്ടുന്നു? അഖണ്ഡ ശക്തിയുടെ ദാതാവാകുന്നു. അഖണ്ഡ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയുടെ സ്രോതസ്സാകുന്നു ഈ അഗ്നി. നമ്മളെ രക്ഷിക്കുന്ന മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നതിന്റെ പിന്നിലുള്ളത് ഈ അഗ്നിയാണ്. നമ്മൾ വിദ്വാൻമാരുടെ സഹായത്തോടു കൂടി അങ്ങയെ സ്തുതിക്കുന്നു. വേദമന്ത്രങ്ങളുടെ സഹായത്താൽ, വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സയൻസ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വിദ്വാൻമാരുടെ സഹായത്താൽ നിന്നെ മനസ്സിലാക്കുക, സ്തുതികളിലൂടെ മനസ്സിലാക്കുക. ഇപ്പൊ വേദങ്ങളിൽ എഴുതിയ ശാസ്ത്രതത്വങ്ങളെ വിദ്വാൻമാരിലൂടെ കേട്ട് പഠിച്ചും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അഗ്നി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഇന്നും നമുക്ക് ഈ ഊർജത്തെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാമെന്ന് അറിയണമെങ്കിൽ വിദ്വാൻമാര് സയൻസ് പഠിച്ചിട്ട് PhD എല്ലാം എടുത്തിട്ട്, എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും എല്ലാത്തിലും പഠിച്ചിട്ട് ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ആ അഗ്നിതത്വം ഉപയോഗിച്ചുകൊണ്ട്, ആ മരുന്നുകളുടെ, ഇപ്പൊ ഡോക്ടറാണെങ്കിൽ മരുന്നുകളിലുള്ള അഗ്നി, മരുന്നുകളിലും രാസപ്രവർത്തനമാണ് നടക്കുന്നത്. വിളിച്ചിട്ട് അവിടെ അഗ്നിയാണ്. ഓരോ സമയത്തെ രാസപ്രവർത്തനത്തിൽ ഒരു പ്രത്യേകതരം അഗ്നി വേണം. അവിടെയും ഒരു അഗ്നിയുടെ അടിസ്ഥാനത്തിലാണ്. ആന്തരികമായ കുറേ അഗ്നികളുണ്ട്. എൻതാൽപ്പി, എൻട്രോപ്പി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പണ്ടെന്നല്ലോ പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ക്വാണ്ടം ഓഫ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ട്. ആദ്യം തുടങ്ങുന്നത് ക്വാണ്ടം ഓഫ് എനർജിയാണ്. അതും എനർജിയാണ്. ആ ഇലക്ട്രോണിലെ ബണ്ടിൽ ഓഫ് എനർജിയിൽ നിന്നാണ് രാസപ്രവർത്തനങ്ങളുടെ തുടക്കം. അതെല്ലാം വലിയ വിശാലമായൊരു വിഷയമാണ്. അത് ആരുടെ അടുത്തുനിന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്? വിദ്വാൻമാരായ, സയൻസ് അടിച്ച് വിദ്വാൻമാരായ. അല്ലാതെ സംസ്കൃതം പഠിച്ചിട്ട് സയൻസ് വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. വേദം സയൻസിൽ എഴുതിയെന്ന് സംസ്കൃതത്തിൽ എഴുതിയെന്ന് വെച്ചിട്ട് സംസ്കൃത അധ്യാപകൻ വേദം പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ഏതിന് സമാനമായിരിക്കും? ഒരു കെമിസ്ട്രി ബുക്ക് ഇംഗ്ലീഷിൽ എഴുതിയെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് അധ്യാപകൻ കെമിസ്ട്രി പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അയാൾക്ക് കെമിസ്ട്രി ഒന്നും അറിയില്ല. പക്ഷെ ഇംഗ്ലീഷിലാണ് കെമിസ്ട്രി ബുക്കുകളുള്ളത്. അതുകൊണ്ട് ഞാനെന്ന് പറയാന്ന് വെച്ചാൽ, അയാൾ വരി എണ്ണീറ്റ് പറയും, ഒന്നാമത്തെ വരിയിൽ ഇത്ര അക്ഷരമുണ്ട്, ആ പേജിൽ ഇത്ര അക്ഷരമുണ്ട് എന്നെല്ലാം പേര് പറയും. പിന്നെ ഇനി ഇത്ര ചാപ്റ്ററുണ്ട്, ഇത്ര അധ്യായമുണ്ട് എന്നെല്ലാം പറഞ്ഞു വിടാനേ പറ്റുകയുള്ളൂ. വേദങ്ങൾ പഠിക്കണമെങ്കിൽ വിദ്വാൻമാരിലൂടെ ഈ സ്തോത്രങ്ങളിലേക്ക് വന്നിട്ട്
അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അഗ്നിയെ ഉപയോഗിക്കുക. അതാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത്. ഇനി 14 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-14. ഊർധ്വോ ന പാഹ്യംഹസോ നികേതുന വിശ്വം സമീന്ദ്രണം ദഹ കൃധീന ഊർധ്വം ച രഥായ ജീവസേവിത ദേവേഷ്ട നോഭുവ. അഗ്നിയോട് പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനും നരഭോജികളെ ഭസ്മമാക്കി ഞങ്ങളുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കി ഉന്നതത്തിലേക്ക് നയിക്കാനും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദേവതകളുടെ അടുക്കൽ നിവേദനം ചെയ്യാനും ആഹ്വാനം ചെയ്യുന്നു. നീ വളരെ ഉന്നത നിലയിലുള്ളവരാണ്. അഗ്നിയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യുന്നു? നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. മനുഷ്യൻ പാപിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും കഷ്ടപ്പാടേ ഉള്ളൂ. കഷ്ടപ്പാട് തന്നെയാണ്. ജീവിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്തിട്ട് ലോക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പം പ്രവർത്തിക്കുമ്പോൾ കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടം കൂടുന്നതനുസരിച്ച് പാപിയായി മാറും. കഷ്ടം കുറയുന്നതനുസരിച്ച് പാപിയല്ലാതായി മാറും. പണ്ട് കാലത്ത് നമുക്ക് തെങ്ങുമ്മ കയറേണ്ടിക്ക് എത്ര പാടുണ്ടായിരുന്നു. അത് എത്ര കാലം തളകെട്ടിയിട്ട് കയറാൻ ശീലിക്കണം. എന്നിട്ട് വലിഞ്ഞു പിടിച്ച് കയറണം, ഇല്ലേ പണ്ട് കാലത്ത്. എന്നാൽ ഇപ്പോഴോ, ഇപ്പൊ ആ സാധനം ഒരു കമ്പിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, കയറുന്ന സാധനം. സ്ത്രീകളടക്കം കയറി പോവുകയാണ്. നമ്മൾ അന്തം നോക്കും. സ്ത്രീകൾ നമ്മളെ നാട്ടിലെല്ലാം വന്നിരുന്നു, സ്ത്രീകൾ തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമായിട്ട്. അപ്പൊ നമ്മൾ നോക്കി ഇതെങ്ങനെ, നമുക്ക് പോലും അത്ഭുതം തോന്നും. അത്രയും നിസ്സാരമായിട്ട് അവരൊക്കെ കയറി പോവുകയാണ് ഇത് എടുത്തിട്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് സാധിച്ചത്? നമ്മുടെ പാപമില്ലാതായി. പണ്ട് കാലത്ത് നമുക്ക് ഒരു തെങ്ങുമ്പക്കേരി തേങ്ങ അടക്കണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷെ നാളെ എനിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നാളെ നമുക്ക് തെങ്ങുമ്പ കയറാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്രത്തിൻ്റെ, അഗ്നിയുടെ, വിദ്യയുടെ എല്ലാം സഹായത്താൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ഇപ്പം ബാറ്ററി എല്ലാം വെച്ചിട്ട് ചെറിയൊരു തെങ്ങിനോട് പിടിപ്പിച്ച ഒരു യന്ത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറി നിന്നാൽ മതി. എന്നിട്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് തെങ്ങിൻ്റെ മുകളിൽ വരെ പോകും. പിന്നെ അവിടെ നിന്ന് തേങ്ങ വെട്ടിയിട്ടിട്ട് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നേരത്തെ താഴത്തോട്ടേക്ക് വരുമായിരിക്കും. നാളത്തെ കാലത്ത്, ഇന്നത്തെ കാലത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. അതിനുള്ള വിദ്യയും ചിലപ്പോൾ നാളെ ഉണ്ടായിക്കൂടായില്ല. ചെറിയൊരു ഉപകരണം അതിനകത്ത് കയറി നിൽക്കണം, ലിഫ്റ്റ് മാതിരിയുള്ളത്. ഇത് തെങ്ങിനോട് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി എല്ലാം ഊർജ്ജമാണ് തിരിയുന്നത്. അവിടെ ബാറ്ററി വേണം, ബാറ്ററി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതിനതിൻ്റെതായ ചെറിയ ബാറ്ററോ ചിലപ്പോൾ ഡീസൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. എല്ലാം അതങ്ങനത്ത് പൊത്തി പോകുമായിരിക്കും. നമുക്ക് അതിനകത്ത് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആർക്കും വീട്ടിൽ സ്ത്രീകൾക്കെല്ലാണെങ്കിൽ തേങ്ങയില്ലാന്ന് പറഞ്ഞാൽ പുറത്തുപോയി ആ മെഷീൻ എടുത്ത് അതിനകത്ത് കയറി എന്നിട്ട് ഒന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ നേരെ മുകളിൽ ഒരു തേങ്ങ കുറച്ച് താഴത്തോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് വരും. അപ്പം നമ്മളെ പാപം എന്തായി? നമുക്ക് ജീവിതം സുഖമായി മാറുകയാണ്. സുഖമായി മാറുന്നതനുസരിച്ച് നമ്മൾ പാപികളല്ലാതായി മാറുകയാണ്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കഷ്ടപ്പാടിലാണ്. കഷ്ടപ്പാടിലുള്ള അവസ്ഥക്കാണ് പാപി എന്ന് പറയുന്നത്. കഷ്ടമില്ലാതിരിക്കുമ്പോൾ സുഖമാണ്. ഇന്ന് പണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കടയിൽ പോയി വാങ്ങിയിട്ട് പോകാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ 10 പറയണം, നീ വലിയ ഇന്ന സാധനം വാങ്ങിയിട്ട് പോകാൻ. അല്ലെങ്കിൽ പിള്ളേർ വഴി എനിക്ക് പറ്റിയ കപ്പലട്ടി മുട്ടായി വാങ്ങാൻ പൈസ തന്നാൽ ഞാൻ പോകാന്നെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുള്ളതാണ് പണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ സൈക്കിൾ കൈമലുള്ളതുകൊണ്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടോ നീ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. എന്തുകൊണ്ട്? നടക്കേണ്ട പാടുന്നല്ല, സുഖമാണ്. സൈക്കിൾ ഉപയോഗിച്ചിട്ട് അതൊരു രസമുള്ള പരിപാടിയാണ്. പുറത്തിറങ്ങി കിട്ടാൻ ഒരു വഴി, എന്തോ സാധനമാണെന്നൊന്നും പറഞ്ഞ് സൈക്കിൾ എടുത്തിട്ടൊരു പോക്കായിരിക്കും. പണ്ടാകുമ്പോൾ നടന്നു പോയി വാങ്ങുവാന്ന് പറയുന്നത് പാപി. അപ്പം എന്തൊരു കഷ്ടപ്പാടായത്. രാവിലെ തന്നെ പീടിയെ പോകണം എന്നെല്ലാം പറഞ്ഞാൽ അത് കഷ്ടപ്പാട്, പാപിയാണ്. പക്ഷെ ഇപ്പോഴത്തെ പാപയെല്ലാം പോയി. ഇപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്താണ്? അഗ്നിയാണ്, ഊർജ്ജമാണ്. അപ്പോൾ ഊർജ്ജം എന്ത് ചെയ്യുന്നു? ഞങ്ങളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു,
ജീവിതം നല്ല സുഖപ്രദമാക്കി മാറ്റുന്നു. നരഭോജികളെ ഭസ്മമാക്കി ഞങ്ങളുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടി നരഭോജികളെ ഭസ്മമാക്കി. നരഭോജികളുടെ കാലഘട്ടം ഏതാണ്? പഴഞ്ചൻ കാലഘട്ടത്തിൽ നിന്ന്. പണ്ട് കാലത്ത് നരഭോജികൾ തിന്നാൻ പോലും ഇല്ലാതെ ആൾക്കാർ മനുഷ്യരെ പിടിച്ച് തിന്നും. ഇന്നത്തെ കാലത്തല്ല അങ്ങനെ തന്നെയാണ്. തിന്നാനൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ എന്ത് മനുഷ്യരെ തന്നെ പിടിച്ച് തിന്നിയല്ലാതെ. നമ്മൾ ഇന്ന് തന്നെ പറയുന്നില്ലേ, വിശക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ സാധനമൊന്നുമില്ല, നീ നിന്റെ കൈ തന്നെ കടിച്ചു പിടിച്ച് തിന്നു. പിന്നെ വിശക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യും? അപ്പം നരഭോജികൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടുത്തി അവരെയെല്ലാം ഭസ്മമാക്കി ജീവിതത്തെ പുരോഗതിയിലൂടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഊർജ്ജമാണ്. പുരോഗതിയുണ്ടാക്കിയിട്ട് ഉന്നതങ്ങളിലേക്ക് നമ്മൾ ഉയർത്തും. നമ്മളെന്ത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തും. നമ്മൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിഞ്ഞിട്ട് അവസാനം ഒരു വസുദേവ കുടുംബത്തിലെത്താൻ പോകുന്നുണ്ട്. സുന്ദരമായ ലോകം, എല്ലാ ജ്ഞാനികളും തികഞ്ഞ് എല്ലാറ്റിനും ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നുമില്ല. അങ്ങനെ സുഖിച്ചിരുന്നാൽ മതി. ഏറ്റവും പുരോഗമിച്ച ലോകം. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല, ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല. എല്ലാം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സുഖിച്ചിരിക്കുന്ന ആ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുക. അതെങ്ങനെ എത്താൻ പറ്റൂ? ശാസ്ത്ര സാങ്കേതികത്തിൻ്റെയും ഊർജത്തിൻ്റെയും എല്ലാം സഹായത്താൽ തന്നെ. അപ്പോഴും നമ്മളെ പാപങ്ങളെല്ലാം മാറി ആ സുന്ദരമായ ലോകം അപ്പോഴാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ കാര്യങ്ങളെയെല്ലാം ദേവതകളുടെ അടുക്കൽ നിവേദനം ചെയ്യണേന്ന്. ദേവതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുരോഗതി നേടുന്നത്. എന്താണ് ദേവതകൾ? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. നമ്മൾ കളിമണ്ണ് ദേവതയാണ്. പക്ഷേ അതിനെ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളയിലോട്ട് കുഴച്ചിട്ട് ആ ഉപകരണം ഇങ്ങനെ കറക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളെല്ലാം ഉണ്ടാക്കി മാറ്റും. അപ്പം ദേവതകളുടെ അടുക്കൽ നിവേദനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കളെ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതിനെ അഗ്നിയുടെ സഹായത്താൽ നമ്മൾ അവയെ സമീപിച്ചിട്ട്, ദേവതകളെയോട് സമീപിച്ചിട്ട് നമ്മൾ അതിനെയെല്ലാം നമുക്ക് വേണ്ട തരത്തിൽ രൂപത്തിലും പ്രൊഡ്യൂസ് ചെയ്തെടുക്കണേ, പുതിയ വസ്തുക്കൾ നിർമ്മിച്ച് എടുക്കണേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോക പുരോഗതി നേടുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ആ വസ്തുക്കളാണ് ദേവതകൾ. ആ വസ്തുക്കളെയെല്ലാം, അതിനാണ് പ്രകൃതി വിഭവങ്ങളെയെല്ലാം നല്ല നിലയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോക പുരോഗതിയിലേക്ക് എത്തും. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-15. പാഹിനോ അഗ്നേരക്ഷസ പാഹി ധൂർദേര രാവണഃ പാഹി രീഷത ഉദവാജി ഖാംസദോ ബൃഹദ്ഭാനു യവിഷ്ഠ്യ. ദൈത്യന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനും ദാനികളെ സംരക്ഷിക്കാനും അഗ്നിയോട് പറയുന്നു. അഗ്നി മഹാദീപ്തിമാനും നിത്യ യുവത്വമുള്ളവനും ഹിംസകന്മാരിൽ നിന്ന് രക്ഷിക്കുന്നവനുമാണ്. അഗ്നിയോട് പറയുന്നു ദൈത്യന്മാരിൽ നിന്നും, അതായത് ദുഷ്ടന്മാരിൽ നിന്നെല്ലാം, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരുടെ രാജ്യത്തെ നശിപ്പിക്കുന്നവരിൽ നിന്നെല്ലാം നീ ഞങ്ങളെ രക്ഷിക്കണേ. അതെല്ലാം ഊർജം ഉപയോഗിച്ചാലേ പറ്റുകയുള്ളൂ. അധർമ്മത്തിനെതിരായിട്ട് നമ്മൾ പോരാടണ്ടെങ്കിലും അതിനുള്ള ശക്തി എന്ത് തന്നെ തരണം? ആ ശക്തി ആ അഗ്നി തന്നെ തരണം. അധർമ്മത്തിനെതിരായിട്ട് പോരാടാനുള്ള, നാട്ടിലുള്ള അധർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കണ്ടെങ്കിൽ നമുക്കതിനുള്ള ശക്തി അഗ്നിയിലൂടെ തന്നെയാണ് നേടുന്നത്. പിന്നെയോ രക്ഷിക്കണേ, ദാനികളെ സംരക്ഷിക്കണേ. ദാനികളെ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നവർ. അപ്പം മനുഷ്യൻ എങ്ങനെയായിരിക്കണം? ദാനികളായിരിക്കണം. നമുക്ക് ദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നവർ. ഒന്നും നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ, അതായത് എല്ലാം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ പരസ്പരം സഹകരിച്ചാണ് ജീവിക്കുക. നമ്മളൊരു കുടുംബത്തിലെ അംഗത്തെ എങ്ങനെയാണ്? നമ്മളെ കുടുംബത്തിലെ ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ എന്താണ്?
ചേട്ടൻ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അനിയൻ ഓടിച്ചെന്ന് വരും, അനിയൻ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ ഓടിച്ചെന്ന് വരും. അച്ഛനും അമ്മയെല്ലാം ഇങ്ങനെ പരസ്പരം സഹകരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ ദാനമാണ്. നമ്മളെ ചിന്തിക്കാതെ നമ്മുടെ സഹജീവികളെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ ലോകം മുഴുവൻ ഒരൊറ്റ തറവാടാകുന്ന ആ വസുദേവ കുടുംബത്തിലേക്കാണ് ഈ ലോകം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് 3-ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ്. അതിലൂടെ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരു പുതിയ ലോകക്രമമായിരിക്കും. ലോകം ഒന്നായിത്തീരും. അവിടെ ജാതി ഉണ്ടാവില്ല, മതവും ഉണ്ടാവില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കുറച്ച് കാലത്തേക്ക് ജീവിക്കും. അതിലേക്കാണ് 3-ാം ലോക മഹായുദ്ധം, മഹാഭാരത യുദ്ധത്തിലൂടെ ലോകം എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും ദാനികളായിരിക്കും, പരസ്പരം സഹകരിച്ചിട്ട് ഒരേ കുടുംബത്തിലെ അംഗത്തെ പോലെ ജീവിക്കുന്നവരായിരിക്കും. അങ്ങ് മഹാദീപ്തിമാനും എന്തെല്ലാം പ്രകാശങ്ങളാണ് അഗ്നിയിൽ നിന്ന് കിട്ടുന്നത്. നമുക്കറിയാം, ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമുണ്ട്, ഭംഗിയുള്ള എന്തെല്ലാം വെളിച്ചങ്ങളുണ്ട്. ദീപ്തി എന്ന് പറയുമ്പോൾ പ്രകാശം എല്ലാ തരത്തിലും. ഇപ്പൊ ടി വിയിൽ നിന്ന് വരുന്നതും മൊബൈലിൽ നിന്ന് വരുന്നതും എല്ലാം ദീപ്തി രൂപത്തിലുള്ളതാണ്. നിത്യയുവത്വമുള്ളതും. അഗ്നിക്ക് വാർദ്ധക്യമില്ല, കുട്ടിക്കാലമൊന്നുമില്ല. അഗ്നി എപ്പോഴും യുവാവാണ്, എല്ലാം തികഞ്ഞവനാണ് അഗ്നി. അഗ്നിക്ക് ഒരു കോട്ടവുമില്ല, അതെല്ലാം തികഞ്ഞവനാണ്. നേരെ മറിച്ച് വെള്ളത്തിന് പോലും ചില ദോഷങ്ങളുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ, അല്ലെങ്കിൽ ശുചിയല്ലാത്ത വെള്ളം, ബാക്ടീരിയ ഉള്ള വെള്ളം, രോഗാണുക്കളുള്ള വെള്ളം, ഇങ്ങനെ എല്ലായിട്ട് മാറാം. പക്ഷെ അഗ്നിക്ക് മാത്രം എന്തില്ല? ബാക്ടീരിയ ഉള്ള അഗ്നി എന്നൊന്നുമില്ല. അഗ്നി എപ്പോഴും ശുദ്ധമാണ്, യുവാവാണ്. ഹിംസകന്മാരിൽ നിന്നും രക്ഷിക്കുന്നവരുമാകുന്നു. നമ്മളെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും രക്ഷിക്കണ്ടെങ്കിൽ അഗ്നി ഉപയോഗിച്ചാലും പറ്റും, ഊർജത്തിൻ്റെ സഹായത്താൽ. അല്ലെങ്കിൽ ശരീരബലം തന്നെ അഗ്നിയാണ് നമ്മളെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്, ഊർജമാണ്. അഗ്നി എന്ന് പറയുമ്പോൾ അഗ്നിയായിട്ട് കാണരുത്, ഊർജം. ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ അഗ്നിയാണ് നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അടുത്തത് നമുക്ക് അടുത്തതിലേക്ക് കാണാം.